ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ പിണറായി വിജയൻ തോൽക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതായത് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ജിൻഡോ ജോൺ ഒരു സാമൂഹ്യ മാധ്യമം അല്ലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഷാഫിക്ക് മുട്ടാൻ പറ്റുന്ന ഒരാളാണോ പിണറായി? ഷാഫിക്ക് മുട്ടാൻ പറ്റുന്ന ഒരാളാണോ പിണറായി? ഇതിപ്പോ പറയാനുള്ള കാരണം എന്താണെന്നറിയാം. വടകരയില് നമ്മുടെ ശൈല ടീച്ചറിനെ ഷാഫി പരാജയപ്പെടുത്തിയില്ല. ആ പരാജയപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നതാണ് ഇങ്ങനെ. തന്നെയല്ല, ധർമ്മടത്ത് എന്തോ 22 വോട്ടിന്റെ എന്തോ ചെറിയ വ്യത്യാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ കുറച്ച് വോട്ട് ഭൂരിപക്ഷം ഇവർക്ക് കിട്ടി, കെ സുധാകരന് കിട്ടി. സ്വാഭാവികമാണ്. കണ്ണൂർ ഒന്നാമത് തന്നെ കണ്ണൂരിന്റെ MP എന്നുള്ള നിലയിൽ കെ സുധാകരൻ തന്നെയാണ് എല്ലാ കാലത്തും വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലെ കഴിഞ്ഞ ഒരു ടൈമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികം എന്നോണം അങ്ങനെ ഒരു വോട്ടിന്റെ വർധനവ് കാണിക്കും. അത് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടത് LDF അല്ലേ. ആ പാട് LDFന് ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലായിടത്തും UDF തന്നെയല്ലേ ജയിച്ചത് എന്നും പറയുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു UDFന്? വളരെ കുറച്ച് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. പലയിടങ്ങളിലും കിട്ടിയിട്ടേ ഇല്ലല്ലോ, കിട്ടിയതേ ഇല്ല. അപ്പൊ അത് വെച്ചുകൊണ്ട് അളക്കാൻ പറ്റുമോ? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് നമുക്കറിയാം 2018 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ആ 18 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ഇപ്പോൾ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ അടുത്ത തെരഞ്ഞെടുപ്പ് 21 നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു വിജയം? ഇടതുപക്ഷത്തിനെ അനുകൂലിച്ചില്ലേ? അപ്പം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു വിലയിരുത്തൽ നടത്തുക എന്ന് പറഞ്ഞാൽ ജിൻഡോ ഒരു മണ്ടനാണ് എന്ന് ഞാൻ പറയും. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കുന്ന ആ ഒരു വോട്ടിംഗ് പാറ്റേൺ, രണ്ടിന്റെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. അതറിയാതെ അവിടെ ഷാഫി പറമ്പിൽ ഇപ്പം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ ഉടനെ പിണറായി വിജയൻ ജയിക്കും എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഷാഫിയുടെ കരുത്ത് അവർക്കറിയാം, ഷാഫിയുടെ കരുത്ത് LDFന് അറിയാം. ശരി. അപ്പം മിക്കവാറും ഇത്തവണ പിണറായി വിജയൻ മിക്കവാറും ഇത്തവണ ഷാഫി മത്സരിക്കുവാണെങ്കിൽ ധർമ്മടത്ത് മത്സരത്തിന് ഇറങ്ങത്തില്ല, ഭയന്നിട്ട്. കാരണം പൊതുവെ പ്രാധാന്യം കുറഞ്ഞ ഒരു നേതാവാണല്ലോ പിണറായി വിജയൻ. അതാ പറഞ്ഞ തണ്ടിക്കൊത്ത തടിയാണോ എന്നാണ് ഞാൻ. അല്ലെന്നേ, പിണറായി വിജയൻ എതിര് നിൽക്കാൻ ഇന്ന് സത്യം പറയാമല്ലോ, ഇത് കോൺഗ്രസ്സുകാർ സമ്മതിച്ചു തരുന്നൊരു വസ്തുതയാണ്. പിണറായി വിജയൻ എതിര് നിൽക്കാൻ UDFിൽ അല്ലെ കോൺഗ്രസിൽ ഒരു നേതാവ് ഇല്ല ഇന്നത്തെ നിലയിലില്ല. ആകെ ഉണ്ടായിരുന്നത് കെ സുധാകരനാണ്. ആ കെ സുധാകരന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് കെ സുധാകരന്റെ അവസ്ഥ? ഇന്ന് പാർട്ടിക്കകത്ത് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു സ്ഥാനം വഹിക്കുന്നുണ്ടോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഇറച്ചിക്കയുടെ വാതിൽ കിടക്കുന്ന പോലെ കിടന്നിട്ട് എവിടെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കും. അവിടെ ജയിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പാർട്ടിക്കാർ പാലം വലിച്ചില്ലെങ്കിൽ മാത്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. എങ്കിൽ മാത്രമേ സുധാകരനായാലും ജയിക്കൂ. അല്ലാതെ പിണറായി വിജയൻ നേർക്ക് നേരെ നിന്ന് എതിരിടാൻ പറ്റിയ ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. അല്ലെങ്കിൽ അതിന് അത്രത്തോളം വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ഇല്ല. ജനങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ പിണറായി വിജയനെ. പക്ഷെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞാലും ജനങ്ങൾക്ക് ഉറപ്പുണ്ട് പിണറായി വിജയന്റെ നട്ടല് ഉള്ള ഒന്നുകൊണ്ട് കാരണമാണ് ഇന്ന് കേരളത്തിലുള്ള പല ആൾക്കാർക്കും പലതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കേരളം ഇന്ന് നിലനിൽക്കുന്നത് പോലും കാര്യം 2 തവണ ഉണ്ടായ പ്രളയത്തിൽ നിന്നും അതിനുശേഷം ഉണ്ടായ കോവിഡിൽ നിന്നും ഒക്കെ കേരളത്തെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് നിർത്തിയ ഒരേ ഒരു നേതാവ് പിണറായി വിജയൻ ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പലരും പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് കോവിഡോ ഈ പറയുന്ന പ്രളയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ട്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികാരത്തിന് വേണ്ടി മാത്രമായി നിലനിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സാന്നിധ്യമാണ്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പിടിച്ച് ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, ഷാഫി പറമ്പിലിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം? നമ്മൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ ഒരു സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ ഷാഫി പറമ്പിൽ അത് കളഞ്ഞിട്ട് പോകും. തന്നെയുമല്ല, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾക്ക് വടക്കൻ കേരളത്തിൽ അത്ര നല്ല ഒരു ഇതൊന്നുമില്ല. ഇവിടെ വടകരയിൽ ജയിച്ചു കയറി എന്ന് കണ്ടിട്ട് അത്ര ഷാഫിക്ക് അത്ര അഹങ്കരിക്കത്തക്ക സ്ഥാനമൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. ശൈല ടീച്ചറിനെ കേരളത്തിൽ ആൾക്കാർക്ക് വേണം, അങ്ങനെ കാണാം നമുക്ക്. കേരളത്തിലെ ആൾക്കാർക്ക് ശൈല ടീച്ചറിനെ വേണം. ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരുപക്ഷെ ശൈല ടീച്ചർ ഇത്തവണ സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. എങ്കിൽ തന്നെയും ഈ 2 ടൈം എന്ന് പറയുന്ന വ്യവസ്ഥ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ശൈല ടീച്ചറിന് സീറ്റ് കിട്ടും. സീറ്റ് കിട്ടിയ ശൈല ടീച്ചർ വീണ്ടും വരും. അടുത്തൊരു മന്ത്രിസ്ഥാനത്തേക്ക് ശൈല ടീച്ചർ പോകില്ല എന്ന് നമ്മൾ ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അപ്പൊ കേരളക്കാർക്ക് ശൈല ടീച്ചറിന്റെ ഒരു പ്രസൻസ് ആവശ്യമാണ്, ആ ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരാളുടെ. ഇനിയിപ്പോൾ അവർ ടീച്ചർ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ടോ? എങ്ങനെ അഴിമതി നടത്തണം? നമുക്കറിയാം, ഈ PP കിറ്റുമായി ബന്ധപ്പെട്ട് വലിയ വിലയ്ക്ക് PP കിറ്റ് മേടിച്ചെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു സാധാരണ നിലയ്ക്ക് ഇന്ന് 20 രൂപയ്ക്ക് കിട്ടുന്ന ഒരു N95 മാസ്കിന് അന്ന് നമ്മൾ പോയി ഓരോ മെഡിക്കൽ സ്റ്റോറിൽ അന്വേഷിക്കുമ്പോൾ എത്ര രൂപയ്ക്കായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് നമുക്കറിയാം. 150 രൂപയായിരുന്നു അന്ന്. ഞാൻ മേടിച്ചിട്ടുണ്ട് 150 രൂപ എടുത്തിട്ട് N95 മാസ്ക്.
ഇന്ന് അതേ ബ്രാൻഡിന്റെ അതേ മാസ്ക് തന്നെ ഞാൻ പുറത്ത് മേടിക്കുന്നത് 20 രൂപയ്ക്കാണ്. നമുക്കറിയാവുന്ന പോലെ ഈ പിന്നെ 10 രൂപയ്ക്കായിരുന്നു സർജിക്കൽ മാസ്ക് അന്ന് വിറ്റുകൊണ്ടിരുന്നത്. 10 രൂപയ്ക്ക് അന്ന് 10 രൂപ എടുത്ത 3 സർജിക്കൽ മാസ്ക് കിട്ടും നമുക്ക് ഇന്നൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ PPE കിറ്റിന്റെയൊക്കെ വില ഇറക്കാന്ന് വെച്ചാൽ അന്ന് അത്യാവശ്യം വേണ്ട സാധനമാണ് PPE കിറ്റ്, ആവശ്യം വേണ്ട സാധനമാണ്. അപ്പോൾ ആ സാധനം ഇറക്കുന്നതിൻ്റെ അത് പിന്നെ ടെൻഡർ നോക്കാനോ ഇത് നോക്കാനോ ഉള്ള സമയം നമ്മുടെ മുന്നിലില്ല. ആൾക്കാർ മരിച്ചു വീഴാൻ പോകുന്ന സാഹചര്യം. ഇവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ജീവൻ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം 10 രൂപയുടെ ഇപ്പം നമ്മൾ മേടിക്കുന്ന ഒരു ഡോളോയ്ക്ക് എന്ത് 2 രൂപ 2.5 രൂപ എങ്ങാണ്ട് ഡോളോയുടെ വില. നമുക്ക് എമർജൻസി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കരുതിക്കൂ. നമുക്ക് പനി പിടിച്ച് ശരീരവേദനയായിട്ട് അനങ്ങാൻ വയ്യാതെ നിൽക്കുന്ന സാഹചര്യം. ഏറ്റവും കൂടുതൽ ഈ തൊഴിലാളികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പിന്നെ അത്യാവശ്യ ജീവൻ രക്ഷാ മരുന്നാണ് ശരിക്കും ഈ ഡോളോ, അതറിയാമല്ലോ. അപ്പൊ നമുക്ക് ആ ഡോളോ ഒരെണ്ണത്തിന് 5 രൂപയാണെങ്കിൽ നമ്മൾ പോയി മേടിക്കും. കാരണം നമ്മളെ പോലുള്ള തൊഴിലാളികളുടെ പ്രധാനമായും എല്ലാ പ്രൈവറ്റ് ഗവൺമെന്റ് ജീവനക്കാരുടെ എല്ലാം ഒരു പ്രധാന ജീവൻ രക്ഷാ മരുന്നാ. പെട്ടെന്ന് ചെന്ന് നമുക്ക് എന്ത് വേദന ഉണ്ടെങ്കിലും 2 ഡോളോ മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പോയി ഡോളോ മേടിച്ച് കഴിക്കുമ്പോൾ അത് 5 രൂപ പറഞ്ഞാലും നമ്മൾ ആ സ്പോട്ടിൽ മേടിച്ചിരിക്കും അല്ലേ, മേടിക്കും, ഉറപ്പാണ്. കാരണം നമുക്ക് നമുക്കൊരു സഡൻ റിലീഫാണ് നമുക്ക് വേണ്ടത്. ആ സഡൻ റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കും. പണ്ട് ഈ ഡോളോയുടെ സ്ഥാനം വിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞൊരു ഗുളികയ്ക്കായിരുന്നു. അത് പണ്ട് അങ്ങനെ ഒരു ഗുളിക കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം സാന്ദർഭികമായി പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നു. അത് പക്ഷേ എങ്ങും എത്താതെ പോകുന്നു. എന്നിട്ട് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെതിരെ പരാജയപ്പെട്ടത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ ഷാഫി പറമ്പിലിന് ഇല്ലാത്ത ആരോപണം എന്താ ഇപ്പോൾ ഉള്ളത്? പ്രധാനമായി ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ കാരണം എന്താ? കൂട്ടുകെട്ടുകളാണ്. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ ഈ നിലയ്ക്കാക്കിയത് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂട്ടുകെട്ട് തന്നെയാണ്. അതിലെ പല മുതിർന്ന നേതാക്കളെയും ഈ തെരുവിലിട്ട് വലിച്ചു കീറി ഒട്ടിക്കുകയും സ്ത്രീകളടക്കമുള്ള, അതായത് വനിതാ പ്രവർത്തകരെ അടക്കം അസഭ്യം പറയുകയും ചെയ്ത ഒരു ഗ്രൂപ്പല്ലേ ഷാഫി പറമ്പിൽ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഗ്രൂപ്പിന്റെ നേതാവ് തന്നെയായിരുന്നല്ലോ ഷാഫി പറമ്പിൽ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീപീഡകനായ ഒരുത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ വടകര പേരാമ്പ്രയിൽ പോയി കാണിച്ച കളി എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നാറിയ നാടകം കളിച്ചത്? ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഷാഫി പറമ്പിൽ പറയുന്നതിനകത്ത് പകുതി മാത്രമേ സത്യമുള്ളൂ. അവിടെ പിന്നെ മീശ എടുക്കാതെ താടി എടുക്കാതെ ഒരാൾക്ക് മൂക്കിന്റെ പാലത്തിന്റെ സർജറി നടത്തിയ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആരാന്നറിയാൻ ഇവിടെ സോഷ്യൽ മീഡിയ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഈ താടി മീശയൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നല്ലേ. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷൻ നടന്ന സമയത്ത് ഫുൾ ഷേവ് ചെയ്തു, താടി മീശ എല്ലാം കളഞ്ഞു ഷേവ് ചെയ്തിട്ടാണ് നമ്മളെ പിറ്റേ ദിവസം സർജറിക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ മൂക്കിന്റെ പാലം പോയ ഒരാളുടെ മീശ എടുത്തിട്ടില്ല? നമ്മൾ ഈ താലോലി ചോമനിച്ചൊക്കെയാണ് ഈ മീശയും താടി ആണുങ്ങൾ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീശ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട, ഞങ്ങൾ ഈ ലെവലിൽ അങ്ങ് ചത്തുപോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരാണ്. അപ്പൊ പറയും നിങ്ങൾക്ക് സർജറി നടത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഈ മീശൻ താടിയും പോകാതെ നമുക്ക് മൂക്കിന്റെ പാലത്തിന്റെയൊക്കെ സർജറി നടത്താൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ മിടുക്കനായ ഒരു വിഷഗ്വരനായിരിക്കും ഈ പറയുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ടാകുക എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ ഇങ്ങനെ നടത്തിയ നാടകങ്ങളെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ പുതിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കിട്ടിയ വിവരമല്ലേ, വടകര ഫ്ളാറ്റിലേക്ക് ഇയാൾ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. നമ്മൾ അപ്പോഴും ചോദ്യം ഉയർത്തിയാണ്, വടകരയിൽ ആരുടെ ഫ്ളാറ്റ്? ഒരൊറ്റ ചോദ്യമാണ്, വടകരയിൽ ആരുടെ ഫ്ളാറ്റിലേക്ക്? ഇനിയും പിന്നെ അപ്പോൾ അതിനൊരു ഉത്തരം വേണം. അല്ലെങ്കിൽ ആ ഫ്ളാറ്റിലേക്ക് വിളിക്കാൻ മാത്രം രാഹുൽ മാങ്കൂട്ടം എന്താണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആ ഫ്ളാറ്റിലേക്ക് കൃത്യമായി ഈ ഇരയെ വിളിക്കാൻ എന്താണ് കാരണം? അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ്. ഇനി വടകരയിൽ ഫ്ളാറ്റ് ഉള്ളത് ആർക്ക് എന്ന് മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ വിളിക്കണമെങ്കിൽ വടകരയിൽ ആ ഫ്ളാറ്റുള്ള ആള് അല്ലെ ആ ഫ്ളാറ്റിലേക്ക് തന്നെ ഇന്ന ആളുടെ ഫ്ളാറ്റിലേക്ക് വിളിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഈ പിന്നെ ഇതിന്റെ ഒരു പങ്ക് കച്ചവടക്കാരനായിരിക്കില്ല ഈ വ്യക്തി എന്നുള്ള അടുത്ത സംശയം വരുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ ഒരു കാരണവശാലും പിണറായി വിജയൻ എതിരാളിയല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൂടി ഇപ്പൊ ഷാഫി പറമ്പിലിനെതിരായിട്ടുണ്ട്. അതായത് പലരും പറയുന്നുണ്ട്, ഇപ്പം പലർക്കും അറിയാം ഇത് ചെയ്തത് രാഹുലാണെങ്കിൽ അതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ ഉണ്ടായിരിക്കും എന്ന് കൃത്യമായി ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്ന് ഹെഡ്മാഷ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ തന്നെ ഏത് രീതി മാറ്റിയെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കഴിഞ്ഞാൽ ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന എൻ്റെ നോമിനിക്ക് അത് അധികാരം കൊടുക്കണം. ആ നോമിനിക്ക് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതും ഇതേ ഷാഫി തന്നെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യപൂർവ്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പിന്നെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് വന്നത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടിക്കൂട്ടിയ നെറികേടുകളും സ്ത്രീപീഡന കഥകളും ഷാഫി പറമ്പിനെല്ലാം അറിയാമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഷാഫി ഇതെല്ലാം മറച്ചു വെച്ചത്? സംരക്ഷിച്ചു പിടിക്കുകയല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെ? എല്ലാം കഴിഞ്ഞ്
ഈ വിഷയം വന്ന ഇത്രയും തെറ്റുകാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അറിഞ്ഞിട്ടും ഈ ഷാഫി പറമ്പിൽ ഇവനെ എന്തിനാണ് പാലക്കാട്ട് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത്? അത് കെട്ടിവെക്കലല്ലായിരുന്നോ? അവിടെ കൊണ്ടുവന്ന് ഞാൻ മാറിക്കഴിയുമ്പോൾ എൻ്റെ നോമിനിക്ക് അവിടെ സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചത് ആരാണ്? ഷാഫി പറമ്പിലല്ലേ? അപ്പം ഷാഫി പറമ്പിൽ എല്ലാ പണികൾക്കും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ സ്ത്രീ ഇപ്പൊ ഇനി വേറൊരു കാര്യം കൂടെ കേട്ടാൽ മാത്രം മതി, ഈ സ്ത്രീകൾ രണ്ടുപേർക്കൊപ്പം ആയിരുന്നു എന്നുള്ള കാര്യം. ഈ പല സ്ത്രീകളെയും ഇവൻ ഇങ്ങനെ കറക്കിക്കൊണ്ടുവന്ന് ഷാഫി പറമ്പിലിനൂടെ കൊടുത്തിരുന്നു എന്നൊരു വാദവും കൂടി ഇനി വന്നാൽ മാത്രം മതി. അതുവരെ അതിന് തൊട്ട് മുമ്പുള്ള വാദങ്ങൾ വരെയായി. പിന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഷാഫി പറമ്പിൽ അറിയാതെ ഇവൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഷാഫി പറമ്പിലിന്റെ അതേ രീതിക്കല്ലേ അവന്റെ വേഷവിധാനം പോലും ഷാഫി പറമ്പിലിന്റെ അതേ രീതിക്ക് തന്നെയാണ്. അവന്റെ ഷർട്ട് ഉപയോഗിക്കുന്നതിന്റെ ഡിസൈൻ പോലും നമ്മൾ വെറുതെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതേ ഡിസൈനിങ്ങിലാണ് അവർ ഷർട്ട് തന്നെ, അവരുടെ രണ്ടുപേരുടെ ഷർട്ടുകൾ തമ്മിലുള്ളത്. അപ്പൊ ഷർട്ട് ഉപയോഗിക്കുന്നതിൽ പോലും സെയിം ഡിസൈൻ പാറ്റേൺ വരെ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് ഇണക്കുരുവികളാണ് ശരിക്കും പറഞ്ഞ ഷാഫി രാഹുൽ. അപ്പൊ ഷാഫി അറിയാതെ രാഹുൽ ഒരു തെറ്റും ചെയ്യില്ല. രാഹുൽ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഷാഫിക്ക് അറിയുകയും ചെയ്യാം. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു നടപടി ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ തന്നെ രണ്ട് വഴിക്കാക്കാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഷാഫിക്കും കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനും കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു AICC ഒരു മുതിർന്ന ഹൈക്കമാൻഡിനെ തന്നെ സ്വന്തമാക്കി, KC വേണുഗോപാലിനെ. എന്നിട്ട് അതുവരെ കൂടെ കൊണ്ടുകിടന്ന VD സതീശനെ ചവിട്ടി ഒതുക്കി. ഈ ഷാഫി പറമ്പിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തം കളിച്ചുകൊണ്ട് ഇവിടെ ചെന്നിത്തലയ്ക്ക് പിന്നെ VD സതീശനെ ഒപ്പമായിരുന്നു. അപ്പം നമ്മൾ പ്രൈം ഓഫീസിൽ നമ്മൾ നോക്കുമ്പോൾ അയ്യോ ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ നടക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, പിന്നെന്താ പറയുക ആദർശ ധീരൻ, അതിപ്രതാപ ഗുണവാൻ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ തന്നെ അതേസമയം ഈ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി VD സതീശനൊപ്പവും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരേ സമയം വിശ്വസിച്ച് ഇങ്ങനെ ഒരു കളി കളിക്കും. ശരിക്കും രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കളിയുടെ ആവശ്യമുണ്ട്. ഈ രീതി തന്നെയാണ്. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ കളി കളിക്കാൻ നല്ലതാ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകൾ പോലും കേൾക്കാതെ VD സതീശനൊപ്പം നിന്നു. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടി എന്നെ പറഞ്ഞ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞ ഒരാളെ വെട്ടിട്ട് ഇവനെ മാങ്കണ്ണിയെ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി, അങ്ങനെയാണ്. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി VD സതീശൻ പോലും നടപടി എടുത്തപ്പോൾ ആ VD സതീശനെ തേച്ചു. VD സതീശനെ പിന്നെ ഇല്ലാതാക്കി. സൈബർ ഗുണ്ടകളെ കൂടെ കൂട്ടിക്കൊണ്ട് VD സതീശനെ നിലംപരിശാക്കി. എതിരെ നിന്ന സ്ത്രീ ശബ്ദങ്ങളെ എല്ലാം വാരി വലിച്ചുടുത്തു. അവർക്കൊന്നും തെരുവിലിട്ട് വലിച്ചഴിച്ചു എന്ന് വേണേൽ പറയാം അവരെല്ലാം. ആ രീതിയിലേക്ക് അധിക്ഷേപിക്കുന്നതിലൊക്കെ മുഖ്യ കണ്ണിയായി നിന്ന ഒരാളാണ് ഈ ഷാഫി പറമ്പിൽ. ഈ ഷാഫി പറമ്പിൽ രാഷ്ട്രീയത്തിൽ എന്ത് യോഗ്യതയാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ എന്ത് യോഗ്യതയാണുള്ളത്? കള്ളത്തരത്തിന്റെ പിന്നാലെ കുട പിടിച്ച് നടക്കുന്ന, ചതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് മാത്രമേ ഷാഫി പറമ്പിലിനെ എണ്ണൂ. എന്നാൽ നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ 10 വർഷമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. കേരളത്തിലെ ജനങ്ങൾ ഓരോ സമയത്ത് തളർന്നു വീഴുമ്പോഴും ചേർത്ത് പിടിക്കുക ചെയ്തേ. കുറച്ച് അതിഭാവൂത്വം കലർത്തി തന്നെ ഞാൻ പറയുന്നത്. കാരണം ഓരോ തവണ കേരളക്കാർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഉണ്ടൊപ്പം. ഇവിടെ പ്രളയം വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യമാ, ഇത് എങ്ങനെ നേരിടും, നമ്മളും ഒരുമിച്ച് ഇറങ്ങാൻ പോവല്ലേ എന്നാണ് പിണറായി വിജയൻ പത്രക്കാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നിട്ട് ആ ഒരൊറ്റ വാക്ക് കേട്ടോണ്ടാണ് ഈ പറയുന്ന തീരദേശത്തുള്ളവരെല്ലാം കൂടെ അന്ന് പിന്നെ ബോട്ടും എടുത്തുകൊണ്ട് നേരെ പിന്നെ ഈ പ്രളയം ബാധിച്ച സ്ഥലത്തോട്ട് പോകുന്നത്. ഇതെല്ലാം ആ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ഇതാണ്. ഇല്ലാതെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി ഏതെങ്കിലും തരത്തിൽ നിന്നുണ്ടോ? അതിന് മുമ്പ് AK ആന്റണി ഉണ്ടായിരുന്നല്ലോ. AK ആന്റണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ രാജിവെച്ച ഒരാളാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി. ആ സ്പോട്ടിൽ രാജിക്കത്ത് എഴുതി കൊടുത്തു, മുഖ്യമന്ത്രി ആവാൻ ഇനി ഞാനില്ല, എന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ട്. പിണറായി വിജയൻ ഇരുന്ന സമയത്ത് പിന്നെ 2 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഇടതുപക്ഷം തോറ്റു, ശക്തമായി തോറ്റു. സ്റ്റേറ്റ് പിന്നെ 1 സീറ്റിൽ വീതം ഒതുങ്ങി. എന്നിട്ട് പിണറായി രാജിവെച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ട് ഭയക്കുന്നവരല്ല ഇടതുപക്ഷക്കാർ എന്നുള്ള ബോധ്യമാണ്. കാര്യം എന്താ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കാനല്ല എന്ന് പിണറായി വിജയന് വളരെ കൃത്യമായി അറിയാം. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന മന്ത്രിമാർക്കറിയാം. എന്നെ മുഖ്യമന്ത്രിയാക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ അല്ലെങ്കിൽ LDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിലെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ആ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവല്ലേ പിണറായി വിജയൻ? അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവര് VD സതീശൻ പ്രതിപക്ഷം പറയാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയുള്ള മോഴകൾ കോൺഗ്രസിലേ ഉള്ളൂ, ഈ AK ആന്റണിയെ പോലുള്ളവര്.
AK ആന്റണി അപ്പൊ ജനങ്ങളോട് എന്തൊരു നീതിയാ കാണിക്കുന്നത്? അതെ, എന്ത് നീതിയാണ് ജനങ്ങളോടുള്ളത്? ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് കേട്ട അഴിമതി കഥകൾ എത്രത്തോളം വലുതായിരുന്നു? ഈ പിണറായി വിജയന്റെ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ എത്ര അഴിമതി കഥകളുണ്ട്, അല്ലെങ്കിൽ എത്ര അഴിമതി കഥകൾ ഉയർത്തിക്കൊണ്ടു വന്നു. ആ അഴിമതി കഥകൾ എത്ര എണ്ണം സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളായി മാറി? ഒന്നുമില്ലല്ലോ. ഏതൊക്കെ തെളിയിക്കപ്പെട്ടു? ഇല്ലല്ലോ. എന്നിട്ട് തെളിയിക്കപ്പെടാതെ പോയി കഴിയുമ്പോൾ ഉടനെ ഇഡിക്കും പിണറായി വിജയനും ഇഡിയും തമ്മിൽ അവീത ബന്ധം, പിന്നെ നരേന്ദ്രമോദി അമിത്ഷായുമായിട്ടുള്ള പിന്നെ അഭേദ്യ ബന്ധം എന്നും പറഞ്ഞിട്ട് ചുമ്മാതെ കഥ പടച്ചു വിടുകയല്ലേ. ഇവര് തമ്മിൽ ബന്ധമുണ്ടെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ? UDF നെതിരായിട്ട് 100 തെളിവുകളുണ്ട്. BJPയും UDF തമ്മിൽ ഡീൽ നടത്തിയ 100 തെളിവുകൾ കൊടുക്കാനുണ്ട്. ലീഗ് പോലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും അവരുടെ മേലെ തലയ്ക്ക് മേളിൽ വാള് പോലെ തൂങ്ങിക്കിടപ്പുണ്ട്. അതുണ്ടാവാതിരിക്കാൻ ലീഗ് പോലും അടിയറവ് പറഞ്ഞുകൊണ്ടിരിക്കുക BJPക്ക് മുന്നിൽ. അങ്ങനെ എന്നിട്ട് പോലും ഇവിടെ പിണറായി വിജയൻ കുലുങ്ങാൻ നിൽക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ പറയുന്ന 10 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങളുടെ കയ്യിലേക്ക് ജനങ്ങളുടെ ജീവിത രീതി മാറിയില്ലേ? ഇവിടുത്തെ സ്കൂളുകൾ മാറിയില്ലേ? ഇവിടുത്തെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞതാ. ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ആ കാലത്തിൽ നിന്ന് മാറി സ്കൂളിൽ നിന്ന് എന്ത് ലാഭം കിട്ടാനാ? സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിനകത്ത് സർക്കാരിന് അതിൽ നിന്ന് എന്താ ലാഭം? എന്തിനാണ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത്? ഇപ്പോഴും ഞാൻ ആ വാചകം ഓർത്തിരിക്കുകയാണ്. ലാഭകരമല്ലാത്ത സ്കൂളുകൾ എങ്ങനെ ലാഭകരമാക്കും? അവിടെ കുട്ടികളല്ലേ വരേണ്ടത്, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെയാണ്. അപ്പൊ ഈ അധ്യാപകരെ പിരിച്ചുവിടാൻ പറ്റുമോ? ഇന്ന് ആ അവസ്ഥയുണ്ടോ? ഇന്ന് സ്കൂളുകളെല്ലാം ആ പൊളിഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആശുപത്രികൾ, 9ാം വാർഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു, ജനറൽ ഹോസ്പിറ്റല്, അതിന്റെ ശോചനീയാവസ്ഥ. അതൊക്കെ എത്രയോ മാറി. ഇന്ന് ഇപ്പോഴും പറയുന്നത് വെന്റിലേറ്ററിലാണെന്നാ പറയുന്നത്. വെന്റിലേറ്ററിലെങ്കിലും എത്തിയില്ല. മോർച്ചറിയിൽ നിന്ന് ആരോഗ്യ മേഖല ഈ പറയുന്ന മോർച്ചറിയിൽ നിന്ന് മാറിയിട്ട് ഈ വെന്റിലേറ്റർ വരെ എത്തിയില്ലേ? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക്, നല്ലൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന പിണറായി, റോഡുകളുടെ അവസ്ഥ എല്ലാം മാറിയില്ലേ? നമ്മൾ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ മാറി. കാര്യം ഈ 2 കാലഘട്ടങ്ങളിൽ ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇത്രയും നീചപ്രവൃത്തികൾ ചെയ്തിട്ടുള്ള, പലർക്കും വേണ്ടിയിട്ട് ഒത്തുകളിച്ചിട്ടുള്ള, സ്വന്തം പാർട്ടിയെ പോലും പാർട്ടി നേതാക്കന്മാരെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്ത ഷാഫി പറമ്പിൽ പിണറായി വിജയനെ നിർത്തി പരാജയപ്പെടുത്തുന്നത് ധർമ്മടത്തെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ശരിക്കും പറഞ്ഞാൽ പിണറായിക്കൊത്ത തണ്ടിയല്ല ഷാഫി പറമ്പിൽ. അത് മാത്രം ഷാഫി അറിഞ്ഞിരുന്നാൽ മതി. ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ആരും ജിൻഡോ ഒക്കെ എന്തോ അവർക്കൊക്കെ എവിടെ നിന്നാ മത്സരിച്ചാൽ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. സീറ്റ് തന്നെ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം.